ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനസർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ലോ സ്പീഡ് കൂടുതലാണെന്നൊരു കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിങ് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീല് ചെക്കപ്പ് മൺകാട് പറയുന്ന സൗണ്ടാണ്. പിന്നെ റണ്ണിങ്ങിൽ സ്ലോ ആകുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റുകൾ. നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിൽ ബ്രേക്സ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ക്ലച്ചിൻ്റെ സൈഡ് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ചിൻ്റെ സൈഡായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ വെയിറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബെൽറ്റായാലും നല്ല ബെൽറ്റാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗിൻ്റെ ഭാഗമായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ അതും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, നല്ല ഫിൽറ്ററാണ്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണ്ടേ. ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ ബിയറിങ് കംപ്ലയിൻ്റ് ആണ്. അതാണ് ആ മഡ്ഗാർഡിൽ ഒരു ടച്ച് ചെയ്യുന്ന സൗണ്ട് പോലൊക്കെ തോന്നും, ഷേക്കൊക്കെ തോന്നും. നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ബിയറിങ് നമുക്ക് മാറണം. നമ്മൾ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററി. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതിൻ്റെ നമ്മൾ വോൾട്ടിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് വോൾട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ 12.82 റേഞ്ചിക്ക് വോൾട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 8.6 ആ റേഞ്ച് വോൾട്ട് താഴോട്ട് വരുന്നുണ്ട്. ഒരു 8 വോൾട്ടിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുള്ളൂ. ഇപ്പം നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല ബാറ്ററിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റണ്ണിങ്ങിന് ഇടയ്ക്ക് സ്ലോ ആയി പോകുന്ന കംപ്ലയിൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് കാണിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ചിലപ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ ആയിരിക്കും. എഞ്ചിൻ ഓയിലാണ് വണ്ടിയിൽ 800 മില്ലി ഓയിൽ വേണ്ടിടത്ത് ആകെയുള്ള ഓയിലാണ്. ഒരു 100 മില്ലി ഓയിൽ തേച്ചില്ല. അപ്പോൾ നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ ചൂടായി കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പിസ്റ്റൻ കയറി പിടിച്ചിട്ടുള്ള ഒരു സ്ലോ ആയി പോകലാവും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാം, എന്നിട്ട് ഓടിക്കാം. ചിലപ്പോൾ ഒരു 90% വണ്ടി പുക വരാൻ ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ചിലപ്പോൾ പിസ്റ്റൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിസ്റ്റൻ പിടിച്ചൊരു സൗണ്ടൊന്നും കാണിക്കുന്നില്ല. എന്നാലും ഈ ഓയിലില്ലാതെ ഓടിയിട്ട് അതിന് സിലിണ്ടർ പിസ്റ്റൻ തേയ്മാനം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റി ഓടിക്കാം. പിന്നെ പുകയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൻ അയച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഓടിക്കുക. നിലവിൽ ഒരു 1000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ എഞ്ചിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എഞ്ചിൻ ഓയിൽ കുറവുണ്ടോ എന്ന് അറിയാം. അങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൻ എന്തായാലും തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഓയിൽ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. മെയിനായിട്ട് ചിലപ്പോൾ സ്ലോ ആവുന്ന കംപ്ലയിൻറ്റ് കാണിച്ചത് എഞ്ചിൻ ഓയിലിൻ്റെ പ്രശ്നമായിരിക്കും, എഞ്ചിൻ ഓയിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് അതിന് മെയിനായിട്ട് മാറ്റേണ്ട പൈസ എഞ്ചിൻ ഓയിൽ മാറ്റണം, അതുപോലെ ഫ്രണ്ടിൽ വീൽ ബെയറിംഗ് മാറ്റണം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തീരുമ്പോഴേക്കൊരു 7 മണിയൊക്കെ കഴിയും. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.